ഹായ് ഗായ്സ്, ഏതെങ്കിലും ഒരു ലീവ് ദിവസം വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ, അതുമല്ലെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഓരോ യാത്രകൾ. അതാട്ടോ നമ്മളെ മെയിൻ പരിപാടി. ഓടാൻ വരെ വെയ്യ കാട്ടിലൂടെ എങ്ങോട്ടേക്കാണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ പോകുന്നത് പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ. നല്ല റോഡാണ്, പിന്നെയും കുഴപ്പമില്ലടാ. മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാട്ടോ പെരിക്കല്ലൂർ ബൈരക്കുപ്പ എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റ് നമ്മൾ മറ്റേ ഇവരൊക്കെ കണ്ടുകിട്ടുമോ? ചുരുളിയോ? അല്ല, ചുരുളി ഇവിടെ നിർത്ത്. ഇങ്ങനത്തെ സ്ഥലമായിരിക്കും. ചുരുളിയോ? എവിടെ വീരപ്പനെ കാണുമല്ലോ, കാടിൻ്റെ ഉള്ളിലെത്തിയല്ലേ നമ്മള്. ഇങ്ങനത്തെക്കാരാ പോരൊക്കെ വെച്ചിരുന്നല്ലേ. നമ്മൾ മെയിൻ റോഡ് വഴിയല്ല കേട്ടോ പെരിക്കല്ലൂർ പോകുന്നത്. പുൽപ്പള്ളിയിൽ കാപ്പിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു ഇൻ്റർലോക്ക് പതിച്ച ഒരു റോഡുണ്ട്. അതിലൂടെ പോകാനാണ് നമ്മൾ ഈ കാട്ടിലൂടെ തന്നെ പോകുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റോഡ്, ഫോറസ്റ്റിനുള്ളിലെ ഇൻ്റർലോക്ക് പതിച്ച റോഡ്. നിങ്ങൾ ചിലപ്പം പല വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ ഈ റോഡിനെ കുറിച്ചിട്ടുള്ള. ഈ വഴിയിലൂടെ യാത്ര ചെയ്യാനേ ഒരു പ്രത്യേക രസം തന്നെ കേട്ടോ. ഒരു കാറിന് മാത്രം പോകാൻ പറ്റുന്ന വീതിയിലുള്ള റോഡാണ് കേട്ടോ ഇത്, ഇൻ്റർലോക്ക് പതിച്ച. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അധിക നേരം നിർത്താനോ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാനോ പാടില്ല കേട്ടോ. നമ്മൾ അങ്ങനെ നമുക്ക് പറ്റിയൊരു സ്പോട്ട് കണ്ടെത്തിട്ടോ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ. അങ്ങനെ ഓരോരുത്തർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോട്ടോ. നമ്മളങ്ങനെ കാപ്പിക്കുന്ന റൂട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ, ഒരു മരം. അതിനുള്ളിൽ നമുക്ക് കയറിക്കാൻ പറ്റും. അതിനുള്ളിലൂടെ നമുക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം വരെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ പെരിക്കല്ലൂർ എന്ന സ്ഥലം. നമ്മളെ മിന്നൽ മുരളിയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനാണ്. പെരിക്കല്ലൂർ കടവാണ് കേട്ടോ ഇത്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് കുറേ തോണികളാട്ടോ. വയനാട്ടിലെ കടത്തുകാരുടെ ഗ്രാമം എന്നുകൂടി അറിയപ്പെടുന്ന സ്ഥലം കേട്ടോ പെരിക്കല്ലൂർ. ടിക്കറ്റും ഉണ്ടോ? വണ്ടി നമ്പർ ഉണ്ട് കേട്ടോ, KV 3357. ഇത് ടാക്സി ഉണ്ടോ? മറ്റേ പ്രൈവറ്റ്. ഇവിടുന്ന് തോണി കയറിയിട്ട് 10 രൂപ കൊടുത്താൽ നമുക്ക് കർണാടകത്ത് പോകാട്ടോ. നിങ്ങൾ അതിശയിക്കൊന്നും വേണ്ട. നമ്മളെ ഈ അപ്പുറം കാണുന്ന ആ കടവില്ലേ, അതാട്ടോ കർണാടക ബൈരക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ നിൽക്കുന്നത് പെരിക്കല്ലൂർ. അല്ല, ഒരു പാലം കെട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു പാലം കെട്ടിയാൽ ഇവരെത്രയും പണിയോ. മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത സ്ഥലമാട്ടോ അപ്പുറത്ത് കാണുന്ന ആ കടവ്. അതാണ് കർണാടകത്തിലെ ബൈരക്കുപ്പയാണത്. അവിടെ വലിയ സെറ്റൊക്കെ ഇട്ടിന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് കേട്ടോ ആ ടൈമിൽ. ഇവിടെ എത്രയോ ആൾക്കാർ ഈ തോണിയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് കേട്ടോ. അവരെ കച്ചവട സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാൻ കേരളത്തിലേക്കും എത്തിക്കാനൊക്കെ ആയിട്ട്. പിന്നെ തോണിയിൽ നമുക്ക് മാത്രമല്ല കേട്ടോ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കാൻ പറ്റുന്നത്. നമുക്ക് നമ്മളെ ബൈക്കും കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ബൈക്ക് ഇവിടെ നിന്നല്ല കയറ്റുന്നത് കേട്ടോ. ബൈക്ക് മരക്കട പറഞ്ഞ സ്ഥലത്തു നിന്നാണ്, കുറച്ച് അപ്പുറത്താണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ എഞ്ചിനീയർമാരാണ് ഇവിടെ പാലം കെട്ടിക്കാൻ. അപ്പുറം പോവാ. നല്ല പാലം കിട്ടിയ ഒരു ഓൺ വോയിസ് ആയിട്ട്
പറഞ്ഞോണ്ട് ഇതാണ് മിന്നൽ ഷൂട്ട് ചെയ്തത്. അടുത്ത് കർണാടകയിൽ അതിന്റെ സൗണ്ട് കിട്ടില്ല. അതിന് ഇവനല്ലേ ആസിഫ് എല്ലാവർക്കും എന്നെ മതി. എന്താ അങ്ങനെ നമ്മൾ മരക്കടവ് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടോ. നമ്മളെ ബൈക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബൈക്ക് കയറ്റാനൊക്കെ പറ്റിയ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ കാണുന്നത് അപ്പുറത്തുള്ള കടവിൽ അതായത് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് ബൈക്കൊക്കെ കയറ്റിയിട്ട് വരുന്ന തോണിയാട്ടോ. അങ്ങനെ നമ്മൾ അപ്പുറത്ത് കണ്ട തോണി ഇവിടെ എത്തിട്ടോ, കേരളത്തിലെത്തി. ഇനി ഇവർ പോയിട്ട് വേണം നമുക്കതിൽ ബൈക്ക് കയറ്റിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ, കർണാടകത്തിലേക്ക് പോകാൻ കേട്ടോ. നമ്മളങ്ങനെ നമ്മളുടെ ബൈക്ക് തോണിയിലേക്ക് കയറ്റാൻ പോകാട്ടോ. നേരെ അങ്ങോട്ടാണ് ഇട്ടൂടെ വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ 3 വണ്ടികൾ നമ്മൾ തോണിയിലേക്ക് കയറ്റിട്ടോ. ഇനി നമ്മൾ നേരെ കർണാടകത്തിലേക്ക് പോവാട്ടോ തോണിയിൽ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്, അതോ പെരുകളാ ഉണ്ണിയേട്ടൻ അപ്പൊ മറുകര. അസിഫേ ഒരു പാട്ടായാലോ? ഇതാ അഡ്വഞ്ചറാ. അതൊന്നും പിടിക്കില്ലേ എടാ, അതിന് പിടിക്കേ. ഹലോ നമ്മുടെ ഈ തോണി ഒഴിക്കുന്ന ചേട്ടൻ അടിപൊളി കേട്ടോ. ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു ഈ വെള്ളത്തിലൂടെ തന്നെ ഈ കയറിങ്ങനെ കെട്ടിയിട്ടിങ്ങനെ വെച്ചിട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഭയങ്കര രസമായിരുന്നു. അത് ഇന്നാൾ ഇങ്ങനെ ചേച്ചി ചേട്ടനും വന്നു. എന്ത് കാര്യം വെച്ചേക്കുന്നു, കുറച്ച് വെള്ളം കെട്ടി നിർത്തേക്കുന്നു. മൊത്തം പോയി കഴിഞ്ഞാൽ നമ്മൾ അതായത് കാറ്റാകുമ്പോ കാര്യം പിടിക്കണം, തൊഴഞ്ഞാ കിട്ടൂല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്താല്ലേ? ഇങ്ങോട്ട് നോക്കിക്കോ, ലെൻസിലേക്കേ. അങ്ങനെ ഇരിക്കട്ടെ. ചിൻ അപ്പ്, ഷോൾഡർ ഡൗൺ, ചിൻ ഡൗൺ, ചിൻ പൊടിക്കാം. ഐസ് ഓപ്പൺ, റെഡി. അങ്ങനെ നമ്മൾ കർണാടകയിലേക്ക് എത്തിയിട്ടോ. നമ്മളെ വണ്ടിക്ക് 50 രൂപ വെച്ചിട്ടാണ് പൈസ ആയത്. ഒരു വണ്ടിക്ക് 50 വെച്ചിട്ട്. അങ്ങനെ നമ്മൾ കർണാടകയിലേക്ക് കയറി ബാവലി മൈസൂർ റൂട്ടിലൂടെ ഒരു നീണ്ട റൈഡ് ചെയ്തു. അങ്ങനെ നമ്മൾ നീണ്ട റൈഡിന് ശേഷം ചേകാടിയിലുള്ള സുഖേട്ടൻ്റെ ചായക്കടയിൽ എത്തിട്ടോ. ഏകദേശം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയ ചായക്കട കേട്ടോ സുഖേട്ടൻ്റെ ചായക്കട. വർഷങ്ങൾ ഇത്ര കടന്നു പോയിട്ടും ആ പഴയ രീതിയിൽ തന്നെ കേട്ടോ ഇപ്പോഴും സുഖേട്ടൻ്റെ ചായക്കട.
വൈക്കോല് കൊണ്ട് മറച്ച മേൽക്കൂരയും മുള കയറിയുണ്ടാക്കിയ ചുമരും അതിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചും ആ പഴയ രീതിയിൽ തന്നെ കേട്ടോ സുഖേട്ടന് ഈ ചായക്കട നടത്തുന്നത്. അവിടുന്ന് നല്ല ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിക്കണതിൻ്റെ സുഖം വേറെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അടുത്തതായിട്ട് പോയ സ്ഥലം കേട്ടോ കൂടൽക്കടവ് പറഞ്ഞ സ്ഥലം. കബനി നദിയും പനമരം പുഴയും ഒന്നിച്ച് കൂടിച്ചേരുന്ന സ്ഥലം കേട്ടോ കൂടൽക്കടവ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. കാരണം ഇത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതെൻ്റെ തൊഴിലിൻ്റെ ഭാഗമായതുകൊണ്ടും പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ പ്രത്യേക നിർബന്ധം മാനിച്ചുമാണ്. ഒരു മുന്നറിയിപ്പ് കൂടി, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ. അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാണ് ഇവിടം വരെ വന്നിട്ട് അവ പിടിച്ചു പോയി.